തിരുവനന്തപുരം കോർപ്പറേഷനിലെ തോൽവിക്ക് കാരണം സംഘടനാ വീഴ്ചയെന്ന വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് എത്തുന്നത്. പല വാർഡുകളും ജയിച്ചെന്ന പ്രതീതി ഉണ്ടാക്കി പ്രവർത്തനം ഉഴപ്പി എന്ന വിമർശനം യോഗത്തിൽ ഉണ്ടായി. മനീഷ് മുഹിവാൽ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, എന്താണ് വീഴ്ചയുടെ കാരണമായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? ഉന്മേഷം 45 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമാകുന്നത്. നേരത്തെ പാർട്ടി വ്യക്തമാക്കിയത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് LDF-നാണ്. പക്ഷേ അത് പല വാർഡുകളും വിജയത്തിലേക്ക് എത്തിയില്ല. നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അത് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിലയിരുത്തിയ ശേഷം അത് മേൽക്കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടത്. അതേ തുടർന്ന് ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശനും പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഇത്തരത്തിൽ പാർട്ടിയുടെ വിലയിരുത്തലുണ്ടായത്. പല വാർഡുകളിലും വേണ്ടപ്പെട്ട, അതായത് ഓരോ വാർഡുകളിലും ഓരോ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പല ഏരിയ കമ്മിറ്റി അംഗങ്ങളും കൃത്യമായ വാർഡുകളിൽ പ്രവർത്തിച്ചില്ല. പല വാർഡുകളും ജയിച്ചെന്ന് ഉറപ്പിച്ചു. അതായത് പല വാർഡുകളിലും അമിതമായ ആത്മവിശ്വാസം ഉണ്ടായ ശേഷം മറ്റു വാർഡുകളിലേക്ക് പ്രചരണം മാറ്റി. ഒപ്പം തന്നെ ഈ പല വാർഡുകളും ജയിച്ചെന്ന് പ്രതീതി ഉണ്ടാക്കി പ്രവർത്തനം ഉഴപ്പി എന്ന വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം വാർഡ് ഉപേക്ഷിച്ച് മറ്റു വാർഡുകളിൽ പ്രവർത്തനത്തിന് പോയി. ഈ ഘട്ടത്തിൽ വിഭാഗീയ പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്ന് പാർട്ടി വിലയിരുത്തുന്നില്ല. പക്ഷേ അമിതമായ ആത്മവിശ്വാസം പലയിടങ്ങളിൽ ഉണ്ടായി. ഒപ്പം തന്നെ കൃത്യമായി കൊടുത്ത ഉത്തരവാദിത്വവും കൃത്യമായി കൊടുത്ത ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ചുമതലയും ബന്ധപ്പെട്ട ആളുകൾ നടത്തിയില്ല. നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഒപ്പം തന്നെ ജില്ലാ സെക്രട്ടറി V ജോയിയുമായി കഴിഞ്ഞ ഒരു കമ്മിറ്റിയിൽ വെച്ച് തന്നെ വലിയ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഈ സംഘടനാപരമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വേണ്ട വിധത്തിലുള്ള സംഘടന നടത്തുന്നില്ല. അങ്ങനെ സംഘടനാപരമായ വീഴ്ച തന്നെയാണ് കോർപ്പറേഷനിലെ വലിയ തോൽവിക്ക് കാരണം. 29 സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചത്. ഒപ്പം തന്നെ സഖ്യകക്ഷികൾക്കും കൃത്യമായി ഇടപെടൽ നടത്തി വിജയം ഉറപ്പിക്കാനായില്ല. നേരത്തെ ആര്യ രാജേന്ദ്രന്റെ ഇത് ഇടപെടലാണ്, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രന്റെ ഒരു ഫാക്ടറാണ് തോൽവിക്ക് കാരണമെന്ന വിമർശനം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആര്യ രാജേന്ദ്രൻ ഒരു ഫാക്ടർ. ശരി മനീഷ്, ഏതായാലും സംഘടനാ വീഴ്ചകളിലേക്ക് അതാണ് തോൽവിയുടെ കാരണമെന്നുള്ള നിഗമനത്തിലേക്ക് CPIM എത്തുന്നു. തിരുവനന്തപുരത്ത് മനീഷ് മഗ്ബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.